നായന്മാർ മുഖ്യമന്ത്രി വേണമെന്ന് പറയുന്നത്. ഊട്ടിയിലൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്തിട്ടില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി തന്നെയായിരിക്കും. UDF-നാണ് ചാൻസ് കൂടുതൽ. സതീശന് എന്താ ക്വാളിറ്റി? നായന്മാർ മുഖ്യമന്ത്രി വേണമെന്ന് പറയുന്നത്. തമിഴ്നാട്ടിലൊക്കെ PPL കാർഡുകാർക്ക് ഫ്രീ ആയിട്ട് അരിയും ഗോതമ്പും പച്ചരിയൊക്കെ കിട്ടുന്നുണ്ട്. ഇവിടെ അതൊന്നുമില്ല. പാവപ്പെട്ട പെണ്ണുങ്ങൾക്ക് മാസം 1000 രൂപ കൊടുക്കണം. അതൊന്നും ഇവിടെ കേരളത്തിലില്ല. ആര് ഭരിച്ചാലും പാവപ്പെട്ടതിന് ഒന്നും നടക്കത്തില്ല. കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി തന്നെയായിരിക്കും. കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ ഇന്ന് വരെ 10 വർഷത്തിനുള്ളിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങളുമായി ജനങ്ങൾ ഇഴുകിച്ചേർന്നിട്ടുള്ളൊരവസ്ഥ, ഇതെല്ലാം വളരെയേറെ നമ്മുടെ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ലൈഫ് പദ്ധതി നിർത്തലാക്കും, പെൻഷൻ നിർത്തലാക്കും, ഇതെല്ലാം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളല്ലേ നടത്തിയിരിക്കുന്നത്. അതെല്ലാം നിർത്തലാക്കും എന്ന് പറഞ്ഞാൽ പിന്നെ ഇവരെങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ പ്രവർത്തനം നടത്താൻ കഴിയുന്നത്? കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരാണ് വരുന്നത്. കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല. പിണറായി ഭരിക്കുമെന്നല്ല, പിണറായിക്ക് ആദ്യകാലങ്ങളിൽ നേതൃത്വം നൽകുകയും വേറൊരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയും ചെയ്യുന്നൊരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരിക്കലും പിണറായി ഒരു മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുമെന്നുള്ള ധാരണയിലല്ല ഞാൻ പറഞ്ഞത്. പിണറായി ആയിരിക്കും നേതൃത്വം നൽകുന്നത്. സതീശന് എന്താ ക്വാളിറ്റി? എന്ത് ക്വാളിറ്റിയുള്ളത്? നുണ പറയുക എന്നുള്ളൊരു ഗീബൽസിയൻ തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കേരളത്തെ രാഷ്ട്രീയത്തെ വളച്ചൊടിച്ചുകൊണ്ട് വേറൊരു രീതിയിലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നൊരു മനുഷ്യനാണ് സതീശൻ. പ്രതിപക്ഷ നേതാവാനോ ഇല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാകാനോ ഇയാൾക്ക് എന്താ യോഗ്യതയുള്ളത്? ഒരു യോഗ്യതയും ഇല്ല. ഒരു മണ്ടനായ പ്രതിപക്ഷ നേതാവ്, ഇല്ലെങ്കിൽ ഒരു ജനങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രയോജനങ്ങൾ നൽകാത്ത, ഇല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള ഉപകാരവും ചെയ്യാത്ത ഒരു മനുഷ്യൻ ഇരുന്നിട്ട് പറയണു ഒരു സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതികളെയാണ് വിമർശിക്കുന്നത്. ഈ നമ്മളെ പൊട്ടനാക്കണു ഇയാൾ. ശശി തരൂർ പോകാൻ തയ്യാറായി നിൽക്കണം എല്ലാവരും. അപ്പോൾ ഇവരെല്ലാവരും BJP മാറും. അപ്പോൾ അടുത്തൊരു പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ NDA ആയിരിക്കും. ഇവിടെ വർഗീയത ഇവിടെ വിലപ്പോവില്ല. ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണത്. പിണറായി വിജയൻ തന്നെ ആയിരിക്കാണ് സാധ്യത. കാരണം ഇത്രയും നാളായിട്ട് മൂപ്പർ തന്നെയാണല്ലോ. അതിപ്പോൾ എനിക്ക് തോന്നണത് ആരും വന്നാലും ഏകദേശം ഒരുവിലേക്ക് തന്നെ ഭരിക്കാൻ പോണേ. എല്ലാത്തിലും അഴിമതി ഉണ്ട്, എല്ലാം ഉണ്ടാവും. പിന്നെ ഇങ്ങനെ ജീവിച്ചു പോകാൻ തന്നെ എനിക്ക് പറയാനുള്ളൂ. വേറെ കൂടുതലൊന്നും ഇല്ല. അതിനാണ് ഊട്ടിയിലൊന്നും എനിക്ക് താല്പര്യമില്ല, ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ പൊളിറ്റിക്സിനെ പറ്റി കാര്യമായിട്ട് അറിയത്തില്ല. കേരളത്തിൽ തന്നെ UDF-നാണ് ചാൻസ് കൂടുതൽ. 10 കൊല്ലം ഇവർ ഭരിച്ചതിൻ്റെ ആ ബുദ്ധിമുട്ടും ജനത്തിന് മനസ്സിലായതിൻ്റെ പേരിൽ ഇതിനെ ഒന്ന് ചേഞ്ച് ആക്കണം. മുഖ്യമന്ത്രി ആകേണ്ട ശരിക്കും ചെന്നിത്തലയാണ്. ചെന്നിത്തല ആകാൻ സമ്മതിക്കൂലല്ലോ സതീശൻ.